ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിലേഷനെ പറ്റിയാണ്. അതായത് റിലേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മളെന്താ പറയുക, ഒരു നമ്മൾ ജോമെട്രി എടുക്കുകയാണെങ്കിൽ രണ്ട് ഷേപ്സ് എടുക്കുകയാണെങ്കിൽ അത് തമ്മിൽ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുമ്പോഴാണ് അതിന് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും ആംഗിൾ 90 ഡിഗ്രി, അവരുടെ ഈ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്ക് ഒരു ആംഗിൾ 90 ഡിഗ്രി വരും. അപ്പോൾ അതാണ് ഒരു പെർപെൻഡിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു റിലേഷൻഷിപ്പാണ് ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. റിലേഷൻ, ഈ രണ്ട് ലൈൻ തമ്മിലുള്ള റിലേഷനാണ് ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഫിഗേഴ്സ് തമ്മിലും റിലേഷൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളിഡ് വർക്ക്സിൽ റിലേഷൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന റിലേഷൻ കൊടുത്തിട്ട് അതിന് നമുക്ക് ആവശ്യമുള്ള സ്ട്രക്ചറുള്ള രീതിയിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ രണ്ട് ഫിഗേഴ്സ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിസ്പ്ലേ/ഡിലീറ്റ് റിലേഷൻ കണ്ടോ, അതിൻ്റെ താഴെ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് റിലേഷൻ കിട്ടും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഏത് എൻറ്റിറ്റി ആണോ നമുക്ക് റിലേഷനിൽ ആഡ് ചെയ്യേണ്ടത് ആ എൻറ്റിറ്റി സെലക്ട് ചെയ്യാം. എനിക്ക് ഇതുമാണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ ഇത് രണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാം ഇവിടെ കുറച്ച് റിലേഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്ന് എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത് ഹൊറിസോണ്ടൽ. ഇത് ഈ പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യണം എന്നൊന്നുമില്ല ഇതൊക്കെ, കാരണം കേട്ടാൽ തന്നെ മനസ്സിലാവും. ഹൊറിസോണ്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻ തമ്മിൽ ഒരു ഹൊറിസോണ്ടൽ റിലേഷൻ കീപ്പ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ കൊടുത്താലും ഇത് രണ്ടും ഒരു ഹൊറിസോണ്ടലായി. ഇനി കൊലീനിയർ എന്ന് വെച്ചാൽ ഈ രണ്ട് ലൈനും ഒരൊറ്റ സിംഗിൾ ലൈനിൽ വരണം. അപ്പോൾ ഞാൻ കൊലീനിയർ കൊടുക്കുമ്പോൾ ഇത് ഒറ്റ സിംഗിൾ ലൈനിൽ വന്നു. ഇനിയുള്ളത് പെർപെൻഡിക്കുലർ. ഞാനിപ്പോൾ പെർപെൻഡിക്കുലർ കൊടുത്തു, അപ്പോൾ ഇത് ഒരു റെഡ് കളർ വന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ രണ്ട് ലൈനും ഹൊറിസോണ്ടലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഹൊറിസോണ്ടൽ ആകുമ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സെലക്ട് ചെയ്ത് ഏതാണോ, രണ്ടും ഹൊറിസോണ്ടൽ ആകുമ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം തൽക്കാലം ഞാൻ ഇതാക്കിയിട്ടുള്ളത് എന്താ പറയുക, മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനിനെയും സെലക്ട് ചെയ്തിട്ട് ഈ രണ്ട് ലൈനും പാരലൽ കൊടുത്തു. ഈ രണ്ട് ലൈനും ഇപ്പം പാരലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ റിലേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഈക്വൽ ആക്കാം, ഒരേ സൈസിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിനെ ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ പെർപെൻഡിക്കുലർ ആക്കാൻ പറ്റില്ല, ഓൾറെഡി രണ്ടും ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് നമുക്ക് പെർപെൻഡിക്കുലർ വർക്ക് ചെയ്യില്ല. അപ്പം അത്രയേ ഉള്ളൂ. അതായത് ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഞാൻ രണ്ട് ലൈൻ വരച്ചു, ആഡ് റിലേഷൻ കൊടുത്തു. നമുക്ക് ഓരോന്നായിട്ട് ഒന്നും കൂടി വെക്കാം. ഞാൻ ഇതും സെലക്ട് ചെയ്തു. ഒന്നാമത്തത് ഹൊറിസോണ്ടൽ, ഇതിപ്പോൾ ഇത് രണ്ടും ഹൊറിസോണ്ടലായി. പാരലൽ, ഇതിപ്പോൾ ഈ രണ്ട് ലൈനും പാരലലാണ്. നമുക്ക് വേണമെങ്കിൽ ഇനി അടുത്ത നോക്കാം. വെർട്ടിക്കൽ, ഈ രണ്ട് ലൈനും വെർട്ടിക്കലായി. നേരത്തെ ഞാൻ ലൈൻ സെലക്ട് ചെയ്തപ്പോൾ ഇത് സെലക്ട് ആയില്ലെന്ന് തോന്നുന്നു. ഈ രണ്ട് ലൈനും വെർട്ടിക്കലായി. ഇനി കൊലീനിയർ, സെയിം ലൈനിൽ പെർപെൻഡിക്കുലർ ആളാണ്. കാരണം കൊലീനിയർ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ലൈനിലാണ്. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ലൈനിലാണ്. പെർപെൻഡിക്കുലർ ഈക്വൽ ആകുമ്പോൾ രണ്ട് ഒരേ സൈസായി.
ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഇവിടെ നിന്ന് നമുക്ക് കണക്കാൻ പറ്റില്ല. ഇതാണ് ഓരോന്ന് വരുന്നത്. അതായത് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്കാൻ, വേർട്ടിക്കൽ എന്ന് പറയുന്നത് വേർട്ടിക്കൽ ആക്കാൻ, കൊലീനിയർ എന്ന് വെച്ചാൽ ഒരേ ലൈനിൽ 2 ലൈനെ കൊണ്ടുവരണം. പെർപെൻഡിക്കുലർ ഒരു ലൈൻ മറ്റേ ലൈനും പെർപെൻഡിക്കുലർ ആയിരിക്കാൻ, പാരലൽ 2 ലൈനും എപ്പോഴും പാരലൽ ആയിരിക്കും. പിന്നെ ഈക്വൽ എന്ന് വെച്ചാൽ രണ്ടും ഒരേ ഈക്വൽ സൈസ് ആയിരിക്കും. ഫിക്സ് ചെയ്യുന്ന വെച്ചാൽ അവിടെ മൂവ് ചെയ്താൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ആവശ്യമുള്ള റിലേഷൻ ഏതാണോ അത് കൊടുത്തതിന് ശേഷം നമ്മൾ ടിക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇത് ശരിക്കും എന്തെങ്കിലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരക്കുമ്പം ഇപ്പം എനിക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ലൈൻ വരക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. അവിടെ മെഷർ ഇത് വരയ്ക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചിട്ട് എനിക്ക് ഡിസ്റ്റൻസ് അറിയാം. അപ്പോൾ എനിക്ക് വേണ്ട ഒരു ആംഗിളിൽ ഞാനൊരു ലൈൻ വരച്ചിട്ട് ഇപ്പം കാണിച്ചതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. എനിക്ക് ഇങ്ങനെ ഒരു ലൈൻ വേണം. ഇങ്ങനെയല്ല, സോറി, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതാണ് നമ്മളെ ലൈൻ. എനിക്ക് ഫോർട്ടി ഫൈവ് mm ഒരു ലൈൻ ഉണ്ട്. എനിക്ക് ഈ ലൈന് 45 mm ആയിരിക്കണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേണ്ടിയെങ്കിൽ ഇവിടുന്ന് ആ റിലേഷൻ കൊടുത്തിട്ട് ഇത് രണ്ടും തമ്മിൽ സെലക്ട് ചെയ്തിട്ട് ഈക്വൽ കൊടുക്കാം. സോറി, ഇവിടുന്ന് എനിക്ക് വേണ്ടത് ഏതാണ് അതിനനുസരിച്ച് നമുക്ക് ഈക്വൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ 2 ലൈൻ ഈക്വലായി. അതുപോലെ നമുക്കിപ്പം പല കേസുകളിലും നമ്മൾ 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് വരക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. ഇനി അടുത്തത് നോക്കാം. ഇത് ഒന്നാമത്തെ റിലേഷൻഷിപ്പിനാണ്. ഇനി നമുക്ക് സർക്കിൾസ് വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആഡ് റിലേഷൻ കൊടുക്കുക, സെലക്ട് ചെയ്യുക. ഇത് രണ്ടുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോറി, രണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ സർക്കിൾസ് ആയതുകൊണ്ട് സർക്കിളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് ടാൻജൻറ്റ്. ഇപ്പോൾ ഈ 2 സർക്കിളും അങ്ങോട്ടും ഇങ്ങോട്ടും ടാൻജൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി കൊസെൻട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സർക്കിൾസും ഒരേ സെൻറ്ററിലായിരിക്കും. അതായത് 2 സർക്കിളിനും കൂടി ഒരു കോമൺ സെൻറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈക്വല് 2 സർക്കിൾ ഇപ്പോൾ ഒരേ സൈസിലായിരിക്കും ഉണ്ടാവുക. ഇനിയുള്ളത് കോറേഡിയൽ, ഒരേ റേഡിയസിൻ്റെ ഇതിൽ, സോറി, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഈ സാധനത്തിന്, അതായത് നമ്മൾ വരയ്ക്കുന്ന സ്ട്രക്ചേഴ്സിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ മെയിനായിട്ട് ഈ റിലേഷൻഷിപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റിലേഷൻ്റെത് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. കാരണം ഇത് നമുക്ക് ഒരു സ്ട്രക്ചേഴ്സ് വലിയ 3D ഡിസൈൻസ് ചെയ്യുന്ന മെഷീൻ പാർട്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഒരുപാട് യൂസ് ചെയ്യുന്ന സാധനമാണിത്. കാരണം നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ വരയ്ക്കാൻ പറ്റാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുന്ന സാധനമാണിത്. നമ്മൾ വരയ്ക്കണ ഫിഗേഴ്സ് നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് വെക്കാനും, നമ്മളൊരു ചിത്രം വരച്ച് അതിൻ്റെ റെഫറൻസിലാണ് ബാക്കി വരയ്ക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഷേപ്പോ സൈസോ മാറാതിരിക്കാൻ വേണ്ടി അതിനെ ഫിക്സ് ചെയ്ത് വെക്കുക. അതിനൊക്കെ നമുക്ക് റിലേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നോക്കുക, ഇതിൻ്റെ അകത്ത് ഓരോ റിലേഷൻസ് എന്താ വരുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കുക എന്തായാലും എല്ലാവരും. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. ഇനിയും ഇപ്പം നമ്മൾ ഏതാണ്ട് ക്ലാസ്സിൻ്റെ 50% കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 50% കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.